തോക്കുധാരികൾ കൂട്ടക്കൊല നടത്തുമ്പോൾ ഗർഭിണി ഭയന്ന് ചർച്ചിൽ പ്രസവിച്ചു. അബുജ ഇസ്ലാമിക തീവ്രവാദികൾ മധ്യ നൈജീരിയയിലെ ഒരു ഗ്രാമത്തിൽ കഴിഞ്ഞ മാസം നടത്തിയ മാരകമായ ആക്രമണത്തിനിടയിൽ ഗർഭിണിയായ ഒരു അമ്മ പ്രസവിക്കാന് നിർബന്ധിതയായി. വെടിവയ്പും അരാജകത്വവും കാരണം അമ്മയ്ക്ക് പ്രസവവേദന അനുഭവപ്പെട്ടുവെന്ന് ക്രിസ്ത്യൻ ചാരിറ്റിയായ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് റിലീഫ് ട്രസ്റ്റ് (HRD) പറയുന്നു. ബ്ലെസ്സിംഗ് തന്റെ രണ്ടാമത്തെ കുഞ്ഞിനെ കാത്തിരിക്കുമ്പോഴാണ് മോട്ടോർ സൈക്കിളുകളിലെത്തിയ ആയുധധാരികളായ പുരുഷന്മാർ പ്ലേറ്റോ സംസ്ഥാനത്തിലെ ക്രിസ്ത്യന് താമസക്കാരുടെ ഭൂമിയിലേക്ക് ഇരച്ചുകയറുകയും താമസക്കാർക്ക് നേരെ വെടിവയ്ക്കുകയും വീടുകൾ കത്തിക്കുകയും ചെയ്തു. പരിഭ്രാന്തിയിലായ താമസക്കാർ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. കഠിനമായ സമ്മർദ്ദം ശരീരത്തെ നേരത്തെ പ്രസവിക്കാന് കാരണമാക്കുന്ന അവസ്ഥയാണ് ബ്ലെസ്സിക്കുണ്ടായത്. എന്റെ കുഞ്ഞ് വരരുതെന്ന് ഞാൻ അപേക്ഷിച്ചു. HRDന്റെ പ്രതിനിധിയോട് സംസാരിക്കവേ അവർ പറഞ്ഞു. വെടിയുണ്ടകൾ ചുറ്റും പാഞ്ഞപ്പോൾ 3 വയസ്സുള്ള മകനെയും എടുത്തുകൊണ്ട് ആ അമ്മ അടുത്തുള്ള കുട്ടിക്കാട്ടിലേക്ക് ഓടിപ്പോയി. അപ്രതീക്ഷിതമായുണ്ടായ ആക്രമണത്തിന്റെ ആഘാതത്തിൽ ശാരീരിക ക്ലേശം അനുഭവപ്പെട്ടു. ഒപ്പം പ്രസവവേദനയും. അവൾ അടുത്തുള്ള ഒരു പള്ളിയിലേക്ക് അഭയം തേടി. അവിടെ ഒരു നൈജീരിയന് പട്ടാളക്കാരന് അഭയം പ്രാപിച്ചവരെ സംരക്ഷിക്കുന്നുണ്ടായിരുന്നു. വെടിയൊച്ചകൾ കേൾക്കുന്നുണ്ടായിരുന്നു. വൈദ്യസഹായവും ലഭ്യമല്ലായിരുന്നു. അവൾ ചർച്ചിൽ വേദനാജനകമായ അവസ്ഥയിൽ കുഞ്ഞിനെ പ്രസവിക്കാനിടയായി. അമ്മായിയമ്മയാണ് സഹായിച്ചത്. ആരോഗ്യവതിയായ ഒരു പെൺകുഞ്ഞ് പിറന്നു. അന്നത്തെ ആക്രമണത്തിൽ 52 പേരാണ് കൊല്ലപ്പെട്ടത്.